വെൽക്കം ടു ട്രൈ ഗ്രൂപ്പ്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നു മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈനിലേക്ക് മാർക്കറ്റ് എത്തുകയും അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയും പിന്നീട് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്, ഒരു മൈനർ സപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുകളിലോട്ട് പോയി പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടേക്കാണെന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലൊക്കെ ചെറിയ രീതിയിൽ കൺസോളേഷൻ നടന്നിട്ടാണ് താഴോട്ടേക്ക് വന്ന് അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ നടത്തിയ അനാലിസിസ് എന്ന് പറയുന്ന ഏറെക്കുറെ 100% കറക്റ്റ് എന്ന് തന്നെ പറയണം. കാരണം നമ്മളിപ്പോൾ ഇവിടെയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, അവിടേക്ക് എത്തിയിട്ടുണ്ട്, നിയറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീക്കിന്റെ അനാലിസിസിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ഗോൾഡിന്റെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസം പോലും അനാലിസിസ് റോങ് വന്നിട്ടില്ല, അതായത് തെറ്റിയിട്ടില്ല. 100% ലെവൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലെ ഗോൾഡിന്റെ അനാലിസിസ് ഉള്ളത്. ഇനി നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മന്ത്ലി ചാർട്ടിലാണ് പോകുന്നത്. മന്ത്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് പോയതിനു ശേഷം നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അതായത് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ലെവല് ഈ ഒരു ലെവലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം അതിന് മുന്നത്തെ ആഴ്ച വന്നിരിക്കുന്ന ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അപ്പോൾ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രണ്ടാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. എന്തായാലും ഈ ഒരു ലെവല് രണ്ട് ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിലിന്റെ ഹൈ ആണ്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 3 ലെവലാണ് നമ്മൾ ഈ ആഴ്ച അല്ലെങ്കിൽ വരുന്ന ആഴ്ച മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അനാലിസിസ് നോക്കാം. വീക്ക്ലിയിൽ വരുന്ന സമയത്ത് ഏറ്റവും നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു വീക്ക്ലി സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരുപക്ഷെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ വീക്കിലിയിൽ എത്താനുള്ളത് ഈ ലെവലാണ്. അതായത് കഴിഞ്ഞ വീക്ക് ക്ലോസ് ചെയ്തതിൽ നിന്ന് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയ സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത് എത്താനുള്ള സാധ്യതയുള്ള ഈ ലെവലാണ്. അപ്പൊ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇറങ്ങി വന്നതിന് ശേഷം പലതവണ ഇവിടെയുള്ള ഒരു ഏരിയ, ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് ഏരിയയിലേക്ക് പലതവണ വന്നിട്ടുണ്ട്. പലതവണ വന്നിട്ട് മാർക്കറ്റ് റിജക്ഷൻ എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീക്കിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം അടുത്തൊരു സപ്പോർട്ട് ഏരിയ. ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ടൈം ഫ്രെയിമിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് തന്നിരിക്കുന്ന നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടി ബ്രേക്ക്ഔട്ട് തന്നാണ്. അവിടെ നിന്ന് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്കും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ഏരിയാസ് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ്. ഇനി അടുത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ലെവൽ എത്താനുള്ളതും ഇവിടെയാണ്. അങ്ങനെ 3 ലെവല് ഈ അടുത്ത് വരുന്ന ആഴ്ചയിൽ എത്താനുള്ള സാധ്യത കൂടുതലുള്ള ലെവലാണ്. ഇനി അടുത്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് എടുക്കണമെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് എത്തും, ഇവിടേക്ക് എത്തും. അത് നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിടാം. അതിനുവേണ്ടി 4 അവറിലേക്കാണ് പോകുന്നത്. 4 അവറിലേക്ക് വരുന്ന സമയത്ത് ആദ്യം മാർക്ക് ചെയ്തിടുന്നത് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. നോക്കിയാൽ കാണാം ഈ ലെവല് നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ്. അപ്പൊ ഈ ലെവലിനെ നമ്മൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് 4 അവറിൽ. ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനിയുള്ളത് ഇവിടെ ഒരു ലെവൽ ഉണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടി നടത്താനുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് 1 അവറിൽ പോകുന്ന സമയത്ത് ആ ഒരു ലെവലിലേക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ് ഈ ലെവല്. ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു ബ്രേക്ക്ഔട്ട് തന്ന ഒരു സ്ട്രക്ചറൽ ബ്രേക്ക്ഔട്ട് തന്ന ഹൈ ടൈം ഫ്രെയിമിൽ ബ്രേക്ക്ഔട്ട് തന്ന ഒരു ഏരിയ ആണ്. ആ ലെവലിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്.
വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് അടുത്തൊരു ബ്രേക്ക്ഔട്ട് തന്നൊരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. അപ്പൊ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതിന്റെ എല്ലാം പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും താഴെയുള്ള സപ്പോർട്ടിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 299.066 ആൻഡ് 3050.805 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള 3165.417 ആൻഡ് 3112.368. അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ കാണാം 3252.522. അതുപോലെ 3213.881 ആണ്. ഇനി റെസിസ്റ്റൻസിന്റെ ഒന്ന് നോക്കാം നമുക്ക്. 3413.633. അതുപോലെ 3373.683 ആണ്. ഇനി മുകളിൽ ഇനിയും റെസിസ്റ്റൻസ് സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ആ ഒരു ലെവൽ ഒന്ന് നോക്കാം. പ്രത്യേകിച്ച് ഓൾ ടൈം ഹൈന്റെ ഒരു ലെവൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിനെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് 4 ഹവറിൽ. അതിന്റെ പ്രൈസ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം നമുക്ക്. 3500 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 4 ഹവറിലുള്ളത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ക്ലിയർ ആയിട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക്ഔട്ട് മുകളിലോട്ട് തന്നെ. ബ്രേക്ക്ഔട്ട് മീൻസ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അതിന് മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം. ഈ ഒരു സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇറങ്ങിയിട്ടില്ല. അതായത് ഈ ലെവലിൽ തന്നെ ഇവിടെ മുൻപ് പ്രീവിയസ് ക്രിയേറ്റ് ചെയ്തിരുന്ന സപ്പോർട്ട് ലെവലിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുക ചെയ്തത്. സോ മീൻസ് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം. 3299.235 ആൻഡ് 3281.721 ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം 1 ഹവറിന്റെ ഒരു റെസിസ്റ്റൻസ് കാണാം. ഈ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആണ് ഇവിടെ. എന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നേരെ താഴോട്ടേക്കാണ് വരുന്നത്. അപ്പൊ ഈ റെസിസ്റ്റൻസ് ഏരിയയും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആയിരിക്കും. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 3350.495. അതുപോലെ 3332.981. ഇതാണ് ആ റെസിസ്റ്റൻസ് ഏരിയയുടെ ഇത് വരുന്നത്. ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് 1 ഹവറിന്റെ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോകുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി വരുന്ന ആഴ്ചയും ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് കൺഫർമേഷൻ തരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ തരണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. അപ്പൊ അപ് ട്രെൻഡിൽ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് ബൈക്ക് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് വീണ്ടും ഒരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിന്റെ താഴെ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് റീച്ച് ചെയ്യാൻ സാധ്യതയുള്ള നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് എടുക്കാം. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. താഴോട്ടേക്ക് വരുമ്പോൾ അതിനുശേഷം മാർക്കറ്റ് റീച്ച് ചെയ്യാൻ സാധ്യതയുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്കും മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വരിക മാത്രമല്ല ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവലുകളെല്ലാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അവിടേക്ക് എത്തുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിൽ പോലും ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ടൈം ഫ്രെയിം മീൻസ് 1 മിനിറ്റിലേക്കോ 5 മിനിറ്റ്സിലോട്ടൊക്കെ പോയി ട്രേഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ഓപ്പോസിറ്റ് ട്രേഡും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ റിയാക്ഷൻ തരാൻ സാധ്യതയുണ്ട്. ട്രെൻഡ് ചേഞ്ച് അല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവിടെയും ഒക്കെ നമുക്ക് ഇത് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അതായത് ഈ ലെവൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും നല്ല സ്ട്രോങ് ആയുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇതിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ 3500 മാർക്കറ്റ് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടെയും നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. ചിലപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ സപ്പോർട്ട് ഏരിയയിൽ നിന്നോ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് ഒരു റിയാക്ഷൻ തന്ന് അല്ലെങ്കിൽ നല്ലൊരു ഇത് തരികയാണെങ്കിൽ, കൺഫർമേഷൻ തരികയാണെങ്കിൽ ഈ ലെവലിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് അടുത്തൊരു ട്രേഡ് എടുക്കാം. ആ ട്രേഡ് മിക്കവാറും ഈ ഒരു ഏരിയനെ, അതായത് ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു ഡീപ്പ് പുൾ ബാക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ വരാം. ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു നല്ല ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 3500 ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിലെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ട്രേഡുകൾ കിട്ടാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി അനാലിസിസ് നോക്കുന്ന സമയത്ത് കിട്ടും. അതായത് നമ്മൾ ഡെയിലി അനാലിസിസ് ഇപ്പോൾ ചെയ്യുന്നത് വീക്കിലി അനാലിസിസ് ആണ്. 1 hour എൻട്രി ആണ് പറയുന്നത്. ഡെയിലി അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് 15 മിനിറ്റ്സിന്റെ എൻട്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി സൗകര്യപ്രദമായ ഡെയിലി ഇൻട്രാ ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് അതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും ഈ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.